ബി.ജെ.പിയുടേത് നല്ല സ്ഥാനാർത്ഥികളെന്ന മുൻ നിലപാട് തിരുത്തുകയാണ് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. ബി.ജെ.പി നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ജാഗ്രത വേണമെന്നാണ് പറഞ്ഞതെന്ന് ഇ.പി. ജയരാജൻ വിശദീകരിച്ചു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, എം.വി. ഗോവിന്ദനും ഒപ്പം ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സെക്രട്ടറിമാർ തന്നെ ഇ.പി. ജയരാജനെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇ.പി. എങ്ങനെയാണ് പ്രസ്താവനയെ ന്യായീകരിക്കുന്നത്? വിനീത, ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രസ്താവന എൽ.ഡി.എഫിനെതിരെ യു.ഡി.എഫ് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പോലും ഇല്ലാത്ത ബി.ജെ.പിക്ക് അനാവശ്യമായി അവസരം സൃഷ്ടിക്കുന്നതാണ് എൽ.ഡി.എഫ് കൺവീനറുടെ പ്രസ്താവന എന്നാണ് യു.ഡി.എഫ് ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രസ്താവനയിലെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് തിരുത്താൻ എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ ഇന്ന് തയ്യാറായത്. ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന തന്റെ പ്രസ്താവന ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി നടത്തിയ പ്രസ്താവനയാണെന്നാണ് ഇന്ന് നിലപാട് തിരുത്തിക്കൊണ്ട് ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയത്. രാജ്യത്തിൻ്റെ ആപത്തുണ്ട്, ഇത് ഉപയോഗപ്പെടുത്താനാണ് ബി.ജെ.പി സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം മനസ്സിലാക്കണം, അതീവ ജാഗ്രത വേണം. അതാണ് ഞാൻ കൊടുത്ത സന്ദേശം. നേരത്തെ ഇ.പി. ജയരാജന്റെ പ്രസ്താവനയെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. ഇന്ന് CPM, CPI സംസ്ഥാന സെക്രട്ടറിമാരും ഇ.പിയുടെ നിലപാട് ഇടതുമുന്നണിയുടെ നിലപാടല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയും ചെയ്തു. LDF നിലപാടാണ് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത്. പ്രധാനപ്പെട്ട പാർട്ടിയായ CPI പറയുന്നു ആ നിലപാട് LDF-ന്റെതല്ല. 10 സീറ്റിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു സീറ്റും BJPക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത. മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും. സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലല്ലോ വോട്ട്, നയല്ലേ. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റിലും മത്സരം ഇടതുമുന്നണിയും യു.ഡി.എഫും തന്നെയാണ്. ശരത്ത്, ഇ.പി. ജയരാജൻ എന്തായാലും തന്റെ പ്രസ്താവനയിൽ വിശദീകരണം നൽകിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിമാർ അത് തള്ളുകയും ചെയ്യുന്നുണ്ട്. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.